കാസർഗോഡ് റിമാൻഡ് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേളി സ്വദേശി മുബഷീറാണ് മരിച്ചത്. 2016 പോക്സോ കേസിൽ ഈ മാസമാണ് ഇയാൾ അറസ്റ്റിലായത്. മുബഷീറിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതായി സഹോദരൻ സൽമാൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ ജയിലിൽ നിന്ന് ഒരു കുളിയ കൊടുക്കുന്നുണ്ട് മാനസികമായി എന്ന് പറഞ്ഞിട്ട്. ഇതുവരെ മുമ്പ് ഒരു പ്രശ്നമില്ല. പക്ഷേ ആൾ പറയായിരുന്നു എപ്പോഴും എന്നെ ഇവിടുന്ന് കണ്ണൂരിലേക്ക് മാറ്റണം, ഇവിടെ കഴിയുന്നില്ല, എന്നെ ഇറക്ക്, ഫസ്റ്റ് ഇറക്ക് എന്ന് പറഞ്ഞ് എന്നെ പെട്ടെന്ന് ഇറക്കിയ കള. ഒരു മരുന്ന് കുടിക്കാത്ത ആളാണ്. പല മരുന്നും കൊടുത്തിട്ട് ഇപ്പോൾ എന്നെ ഭ്രാന്തനാക്കിയതാ. ഒരു മർദ്ദിച്ചെന്ന് പറഞ്ഞ് അതിൻ്റെ മൊത്തത്തിൽ മർദ്ദിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊരു പറഞ്ഞൊക്കെ, ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റുന്നില്ല എന്ന്. അതിന് മുമ്പ് എല്ലാം പറയുന്ന FIR-ലടക്കം പറയുന്നുള്ള പക്ക കള്ളാണ്. കുടുംബം പറയുന്നത് ഇദ്ദേഹത്തിന് ഒരു അസുഖവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്, അങ്ങനെ ഗുളിക കഴിക്കേണ്ട വ്യക്തിയല്ല. മാത്രവുമല്ല, ഇന്നലെയും മിനിഞ്ഞാന്നുമായി അദ്ദേഹത്തിൻ്റെ മാതാവും മറ്റ് അടുത്ത ബന്ധുക്കളുമൊക്കെ ജയിലിൽ ഇയാളെ സന്ദർശിക്കാൻ പോയപ്പോൾ വളരെ സങ്കടകരമായിട്ടാണ് അവരോട് അദ്ദേഹം സംസാരിച്ചത്. എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട്, പ്രയാസം ഇവിടെ സഹിക്കേണ്ടി വരുന്നുണ്ട്, പലരും എന്നെ അടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില ബന്ധുക്കൾ പറഞ്ഞ് ജയിൽ തടവുകാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ജയിലിലെ ജീവനക്കാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധമായ വസ്തുതകൾ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ആ വസ്തുതകൾ കണ്ടെത്തിയതിന് ശേഷം ഇതിൽ ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ, കുടുംബം സങ്കടപ്പെടുന്നത് പോലെ വല്ല ദുരൂഹതകളുമുണ്ടെങ്കിൽ തീർച്ചയായും ആ ദുരൂഹതകളൊക്കെ എന്താണ് എന്ന് കണ്ടെത്തി ഇതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പറയാനുള്ളത്. നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എവിടെയായിരുന്നു മൃതദേഹം കണ്ടത്? ഇപ്പോൾ MLA അടക്കം ഇടപെടുന്നുണ്ട്. ഇയാൾക്കെതിരായ കേസുകൂടി എന്ന് പറയാം. ചെയ്യപ്പെട്ട പോക്സോ കേസിൻ്റെ ഭാഗമായാണ് മുബഷീർ ഒരു മാസം മുൻപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് കാസർഗോഡ് സബ് ജയിലിലായിരുന്നു ഇദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത്. അതിനുശേഷം പലതവണയായി കുടുംബാംഗങ്ങളോടൊക്കെ തന്നെ സംസാരിക്കുന്ന സമയത്ത് വലിയ തോതിൽ ഒരു വിഷമമുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ തനിക്ക് ജയിലിനകത്ത് നിന്ന് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായൊക്കെ തന്നെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നത് യാതൊരു തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത തനിക്ക് പല രീതിയിലുള്ള മരുന്നുകൾ തന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ജയിൽ പുള്ളികൾ സ്വന്തം സെല്ലും അതിനോടൊപ്പമുള്ള സമീപത്തുള്ള സെല്ലുകളിലും ഉണ്ടായ മറ്റ് ജയിൽ പുള്ളികൾ മർദ്ദിക്കാനുള്ള സാധ്യത കൂടി കുടുംബാംഗങ്ങൾ തള്ളിക്കളയുന്നില്ല. അതുമാത്രമല്ല, കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദുരൂഹത എന്നത് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇയാളെ ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിൽ, കാസർകോട്ടെ ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനെക്കുറിച്ചോ പിന്നീട് അദ്ദേഹം മരിച്ചോ പിന്നീട് അദ്ദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചതിനെ കുറിച്ചോ ഒന്നും യാതൊരു വിവരവും ഇത്തരത്തിൽ കുടുംബാംഗങ്ങളോ അതോടൊപ്പം തന്നെ നാട്ടുകാരുമായോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ എന്തായാലും നാട്ടുകാരും ബന്ധുക്കളൊക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴും മരണവിവരം വെച്ചെങ്കിൽ ഇത് ഇവർ പറയുന്ന നേവാല വരുന്ന രാത്രി 5 മണിക്ക് മരിച്ചെന്നരാ. പക്ഷെ ഇത് വീട്ടുകാരെ ഇവർ അറിയിക്കുന്നില്ല. വീട്ടിലെ ഏതോ അടുത്ത അയൽവാസി വന്നിട്ടെന്ന് പറഞ്ഞു ഈ പിന്നെ വ്യക്തിയുടെ എല്ലാ ഡീറ്റെയിലും അവിടെ ഉണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ട് വീട്ടുകാരെ വിളിച്ചറിയിക്കേണ്ട ഒരു ഇതുപോലും കാണിച്ചില്ല. ഒരു മരിച്ച ഒരു ബോഡിയുള്ള ഒരു ആദരവ് കൂടി കാണിക്കാതെ അയൽവാസിയാന്ന് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മോൻ അവിടെ മരിച്ചിട്ടുണ്ട്. ഇന്നലെ ഇവർ മാതാവും സഹോദരന്മാരും കാണാൻ പോയതാണ്. അപ്പുറം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കിവിടെ ഉപദ്രവമുണ്ട്, അവർ ഇവിടെ നേവപാലകരും അതുപോലത്തെ സഹതടവുകാരും ഉപദ്രവിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇവിടുന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഒരു അസുഖമില്ലാത്ത പൂർണ്ണ ആരോഗ്യമായ ഒരു ചെറുപ്പക്കാരന് ഇവർ എന്താണ് ഗുളിക കൊടുക്കുന്നത്, ആ ഗുളിക എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് സഹോദരന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അവസ്ഥയാണെന്നൊക്കെ ഇന്നലെ പറഞ്ഞതാണ്. എന്താണ് തീരുമാനം എടുത്തിട്ടുള്ളത്? നിലവിൽ ഇവിടെ നിന്ന് മാറ്റാൻ പോസ്റ്റ്മോർട്ടം പരിഹാരത്തിന് ചെയ്യണം. അതേപോലെ തന്നെ ഇത് ദുരൂഹത പുറത്തു കൊണ്ടുവരണം. ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കാരണം വെച്ചെങ്കിൽ ഇത്ര ഒരു മരണം നടന്ന് സ്വാഭാവികമായിട്ട് വീട്ടുകാരെ പോലെ അറിയിക്കാണ്ട് എന്തുകൊണ്ട് നിയമപാലകർ നിന്നു, ഇതിൽ എന്തൊക്കെ ഒരു തെളിവാണ്. ഇപ്പോൾ നാട്ടുകാരും എല്ലാവരും ബോഡി കാണുമ്പോൾ നല്ല അടി കൊണ്ട് ഇത് പരിക്കേറ്റ പാടുകളെല്ലാം ഉണ്ട് ബോഡി ഇൻക്വസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ. പിന്നെ വെച്ചാൽ അത് ഇപ്പോൾ ഏകദേശം നേരത്തെ മരിച്ചെന്നാണല്ല. ഇവർ 7 മണിക്ക് വിളിച്ച് പറയുന്ന അയൽവാസികളെയാണ്, സ്വന്തം വീട്ടുകാരെ പോലെ എല്ലാ നമ്പറും ഉണ്ട്, അത് അറിയിച്ചിട്ടില്ല. ശരി, സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ആളുകളുടെ പ്രതികരണമാണ് കേട്ടത്.